എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കൊട്ടിയൂർ പെരുമാളിൻ്റെ നടയടച്ചാൽ ഉത്തരായന കാലം സമാപിക്കുകയാണ്. ഇനി ദക്ഷിണായന കാലത്തിലേക്കാണ്. കർക്കിടക മാസം ആരംഭിക്കുന്നു. ഇനി രാമായണത്തിൻ്റെ നാളുകളാണ് മുഴുവൻ ലോകത്തിലും. രാമഭക്തർക്ക് ഈ വർഷം ഒരു പ്രത്യേകത. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഉയർന്നതിന് ശേഷമുള്ള ആദ്യത്തെ രാമായണം കൂടിയാണ്. രാമായണം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു. ചിലർ രാമനെ അറിയില്ലെന്ന് പറയുന്നു, രാവണനെ അറിവെന്ന് പറയുന്നു. രാമൻ എന്നുള്ളത് ആരാധിക്കപ്പെടേണ്ട വ്യക്തിയാണോ? സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചത് തെറ്റല്ലേ? അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നിരീശ്വരവാദികളും യുക്തിവാദികളും രാമന് നേരെ ഉതിർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പുരോഗമനം കൈവരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തുംഗ ശ്രേണിയിൽ നിന്നുകൊണ്ട് പ്രാകൃതമായ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും ചവിട്ടി തേച്ചുകൊണ്ട് പുരോഗതിയിലേക്ക് കടക്കുമ്പോഴാണ് രാമായണം. പക്ഷേ ഓന്ത് ഓടിയാൽ വേലിയോളം വരെ എന്ന ഒരു പഴഞ്ചൊല്ല് അത് എന്നും ഉണ്ട്. പഴഞ്ചൊല്ലിൻ്റെ ഒരു പ്രത്യേകത അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. എന്നും അത് ആവശ്യമുണ്ട്. അതിലേക്ക് എത്തണമെങ്കിൽ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഉൾക്കൊണ്ടുവരണം. അതുവരെ നമ്മൾ കാത്തിരുന്നാൽ മാത്രം മതി. അങ്ങനെ അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്നവർ രാമായണത്തിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയാണ് നമുക്ക് രാമായണത്തെക്കുറിച്ച് അറിയേണ്ടത്. എല്ലാവർക്കും വേണ്ട രാമായണം അറിയാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഇത് തുറന്നാൽ മതി. രാമായണം എന്ന ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അപാരമായ ഭക്തി കൊണ്ട്, രാമനോടുള്ള ആ ഈശ്വരീയത, ഭവ്യത കൊണ്ട് രാമായണ ഗ്രന്ഥം തുറന്നു നോക്കാൻ പേടിയാണ്. അതുകൊണ്ട് പൂജാമുറിയിൽ മേടിച്ചതുപോലെ തന്നെ ആ പുസ്തകം അടഞ്ഞിരിക്കും. വല്ലപ്പോഴും പൈസ എടുത്തു വെക്കാനും പണം ഒളിച്ചു വെക്കാനും ഒക്കെയാണ് രാമായണം ഉപയോഗിക്കുന്നത്. ഇനി ഇതിനോടെല്ലാം പരമപുച്ഛം. ഇന്നത്തെ കുട്ടികളെ അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ പിന്തിരിപ്പിന് ആശയമാണെന്ന് പറയും. അങ്ങനെയുള്ളവരും ഈ പുസ്തകം തുറക്കുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് തുറന്നിരുന്ന് കാണാനുള്ള ഒരു യോഗമില്ല. പക്ഷെ ഇടയിലും വഴിയില്ലാത്ത കുറച്ച് ആളുകൾ പേടിച്ചാണ് ഇത് തുറക്കുന്നു. അങ്ങനെ രാമായണം തുറന്നവർക്ക് രാമൻ്റെ എല്ലാ ചരിതങ്ങളിലേക്കും ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അവർക്കുണ്ടാവുന്ന സംശയങ്ങളാണ് ഇനി നമുക്ക് ദൂരീകരിക്കേണ്ടത്. തുടങ്ങി വച്ചാൽ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ മഹാപാപം, അങ്ങനെ ആരോ പറഞ്ഞു. അങ്ങനെ ഉണ്ടോ? ഭഗവാന്മാരാരും അങ്ങനെ ശപിക്കൂ രാമായണം വായിച്ചതിന് പേരിൽ? ഇല്ല. അത് നമ്മൾ വീണ്ടും ഒരു പഴഞ്ചൊല്ല് ഞാൻ പറയുമ്പോൾ ഊമയായിട്ടിരിക്കുന്ന നല്ലതാണല്ലോ ഒരു കൊഞ്ഞപ്പ്. ഇതുവരെ തുറന്നിട്ട് ഒരക്ഷരം പോലും ഈ ഭഗവാൻ എത്ര നാളും ജീവിച്ചിട്ട് വായിച്ചിട്ടില്ല. ഒരു പേജെങ്കിലും ഈ ഒരു മാസം കൊണ്ട് നമുക്ക് വായിക്കാനൊരു അവസരമുണ്ടെങ്കിൽ വായിക്കുക. അതാണ് കൃതാർത്ഥത. അതുകൊണ്ട് തുടങ്ങി വെക്കുക. പിന്നീട് നമുക്കറിയാം നമ്മുടെ ജീവിതം എങ്ങനെയൊക്കെയാണെന്നൊന്നും നമ്മുടെ കയ്യിലെല്ലാം നിശ്ചയമല്ല. അതുകൊണ്ട് രാമായണം തുടങ്ങി വെക്കുക. ഇനി ഇത് വായിച്ചാൽ അക്ഷരം തെറ്റിയാൽ കോപമുണ്ടോ? അങ്ങനെ നൂറ് പേടികളാണ്. ഇന്ന് ഇതുപോലെ യൂട്യൂബിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒത്തിരി ആചാര്യന്മാരുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഉൾപ്പെടെയുള്ള ഒരു ആചാര്യന്മാരുടെയും യൂട്യൂബും ശ്രദ്ധിക്കരുത്. നമുക്ക് തോന്നുന്നു നമ്മളുടെ ബോധ്യം എന്താണ് രാമായണം എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. രാമായണ മഹാത്മ്യം എന്നുള്ള പോർഷൻ മാത്രം നിങ്ങൾ ആദ്യം വായിക്കുക. രാമായണത്തെ തുടക്കത്തിൽ ശ്രീരാമ രാമ രാമ അങ്ങനെയുള്ളൊരു 5-8 വരികളുണ്ട്. അത് വായിച്ചതിന് ശേഷം രാമായണ മഹാത്മ്യം അതിൻ്റെ അവസാനം, യുദ്ധകാണ്ഡത്തിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. അത് മാത്രം വായിക്കുക. എല്ലാവിധ സംശയങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കാരണം അതൊക്കെ വാൽമീകി മഹർഷിയുടെ കാലം മുതൽ ഇത് എഴുതിയ ആളുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ കമ്പനിക്കാരാണ് അതിൻ്റെ മാനുവൽ ഇടുന്നത്. അല്ല വരുന്ന വഴിക്കുള്ളവർ അതങ്ങനെയാണെന്ന് പറഞ്ഞ് കേൾക്കുന്നതല്ല ശരി. അതുകൊണ്ട് എല്ലാ ഗ്രന്ഥങ്ങൾക്കും, ആത്മീയ ഗ്രന്ഥങ്ങൾക്കും അതിൻ്റെ ഒരു മാനുവൽ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഓരോ മന്ത്രങ്ങൾ എങ്ങനെ ജപിക്കണം എന്നുള്ളതിൻ്റെയും പ്രത്യേകത. അതുപോലെ രാമായണത്തിനും ഒരു മാനുവലുണ്ട്. അത് രാമായണ മഹാത്മ്യമാണ്. അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. പിന്നെ ട്യൂൺ, നമ്മൾക്ക് നമ്മളുടെ ട്യൂൺ ഇടാം. അതിൻ്റെ പേരിൽ ആരും എതിർക്കില്ല. റസൂൽ പൂക്കുറ്റിയെ പോലെ തന്നെ നമ്മളെല്ലാവരും സംഗീതത്തിൽ പാടണമെന്നില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ കിട്ടിയ ഒരു അക്ഷരം, ഒരു വാക്ക്, അത് നീട്ടിക്കൊണ്ട് അടുത്ത വാക്ക് കിട്ടുന്നവരെ അങ്ങ് നീട്ടുക. അതാണ് രാമായണത്തിൻ്റെ ട്യൂൺ. തുടക്കക്കാർക്ക് ആദ്യം നമുക്ക് കഥ മനസ്സിലാവില്ല, അർത്ഥം മനസ്സിലാവില്ല, സന്ദർഭം മനസ്സിലാവില്ല.
ഒരു കൊല്ലം കൊണ്ടൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ വർഷങ്ങൾ വായിക്കുന്ന ആളുകൾക്കും മനസ്സിലായിട്ടല്ല. മനസ്സിലായോ? അതുകൊണ്ട് രാമന്റെ മന്ത്രം രാമ, ഈ രണ്ടക്ഷരമില്ലാത്ത ഒരു വരി പോലും രാമായണത്തില്ല. രാ എന്നുള്ളത് ഹൃദയത്തെ എന്ന് പറഞ്ഞു വയ്ക്കാൻ മതി. മകാരം എന്ന് മൂടിയാൽ തലച്ചോറ് വൈബ്രേറ്റ് ചെയ്യും. ഹൃദയവും തലച്ചോറ് ശുദ്ധിയായാൽ, ചിന്തകളും ബുദ്ധിയും ശരിയായാൽ മനുഷ്യൻ ശരിയായി. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇനി എഴുതിയത് രാമാനുജൻ എഴുത്തച്ഛനാണ്. മലയാളത്തിൽ മലയാള ഭാഷയെ ലോഞ്ച് ചെയ്യാൻ ഉപയോഗിച്ച ഒരു സോഫ്റ്റ്വെയർ പാക്കേജാണ് രാമായണം. ആദ്യമായിട്ട് മലയാള ഭാഷയുടെ ലിപികൾ ഉൾപ്പെടെ എല്ലാ പ്രയോഗങ്ങളും നമ്മൾ നടത്തി. ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ച് 10 പേജ് രാമായണം ഫ്ലുവൻ്റ് ആയിട്ട് തപ്പലില്ലാതെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ വായിച്ചാൽ അയാൾക്ക് തോൽവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. ആരുടെയും മുമ്പിൽ ധൈര്യമായിട്ട് സംസാരിക്കുന്നു. ഒത്തിരി ബിസിനസ്സുകാരൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ട്രെയിനേഴ്സ് എല്ലാം വരുന്നുണ്ട്. 4 ആളുടെ മുമ്പിൽ സ്വന്തം ബിസിനസ്സിനെ കുറിച്ച് പറയാൻ തപ്പനാണ്. രാമായണം വായിച്ചാൽ മതി. രാമായണത്തിന്റെ പ്രത്യേകത നമ്മുടെ തലച്ചോറിന്, എല്ലാ സംസ്കൃത മന്ത്രങ്ങളുടെയും ഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു മനുഷ്യായുസം മുഴുവൻ കൊണ്ടു കിടക്കുന്ന ഈ തലച്ചോറിനെ പ്രവർത്തിപ്പിക്കണം. അതിന് സംസ്കൃത മന്ത്രങ്ങൾ വേണം, വേറെ ഒന്നിനും പറ്റില്ല. അതുകൊണ്ടാണ് സായിപ്പന്മാർ പണം കൊടുത്ത് ഇവിടെ വന്ന് 1.5 ലക്ഷം രൂപ കോഴ്സ് ഫീസ് കൊടുത്തിട്ടാണ് വൈ ഐ ആം എ ഹിന്ദു, വാട്ട് ഈസ് ഹിന്ദുയിസം ഒക്കെ പഠിച്ചിട്ട് പോകുന്നത്. അപ്പോഴാണ് നമ്മളിതെല്ലാം പ്രാകൃതമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് തള്ളിപ്പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. സംസ്കൃത മന്ത്രങ്ങൾ പോലെ തന്നെ മലയാളത്തിലെ എഴുത്തച്ഛൻ എഴുതിയ രാമായണവും ഈ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്നു. ഗ്രാസ്പിംഗ് പവർ കൂട്ടുന്നു. ലേണിംഗ് എന്നുള്ളത് ഒരു ടെക്നോളജിയാണ്. ലേൺ ഹൗ ടു ലേൺ, അതൊരു വിഷയമാണ്. അത് ശ്രീരാമചന്ദ്രൻ പറയുന്നു. ഓരോ സന്ദർഭങ്ങളിലും ലക്ഷ്മണന് ഉപദേശം കൊടുക്കുന്നു, താരയ്ക്ക് ഉപദേശം കൊടുക്കുന്നു. ശൂന്യവേളയിൽ വീണ്ടും ലക്ഷ്മണന് കാട്ടിൽ വെച്ച് ആത്മീയമായ കാര്യങ്ങൾക്കും അദ്ദേഹം ഉപദേശം കൊടുക്കുന്നുണ്ട്. രാമൻ 3 പ്രാവശ്യം പർപ്പസ്ഫുള്ളി ഇവിടെ ഉപദേശ രൂപേണ ജനങ്ങളോടുള്ള ആഹ്വാനം എങ്ങനെയാണ്, ഹൗ ടു ലീവ്. നമ്മൾ ജനിച്ചു മരിച്ചു, അത് തീരുന്നത് വരെ എങ്ങനെയെങ്കിലും വലിച്ച് ശ്വാസം എടുക്കുക, എങ്ങനെയെങ്കിലും ശ്വാസം പുറത്തേക്ക് വിടുക, അങ്ങനെ ജീവിക്കുന്നതിന് പകരം നല്ല ഒരു കരുത്തോടുകൂടി ജീവിതം ഫുൾഫിൽ ആയി എന്ന് കൃതാർത്ഥതയോടുകൂടി ജീവിക്കുന്ന വിധത്തിൽ എങ്ങനെ വേണം എന്ന് പഠിപ്പിക്കുന്നതാണ് രാമായണം. ഇതാണ് ഒരു ആമുഖം എന്നുള്ള നിലയ്ക്ക് രാമായണത്തെക്കുറിച്ച് പറയാനുള്ളത്. തുടങ്ങി വെക്കുക. ഈ വർഷമെങ്കിലും നമ്മൾ ഇതുവരെ വായിക്കാത്തവർക്ക് ഒരു പേജെങ്കിലും വായിക്കാൻ, അല്ലെങ്കിൽ കുറച്ച് റാൻഡമായിട്ട് വായിച്ച് ശീലിച്ചവർ ഇപ്പോഴേ തീരുമാനിക്കുക, ഈ പ്രാവശ്യം ഞാൻ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് വായിച്ച് തീർക്കും, മരിച്ചാലും വേണ്ടില്ല. അങ്ങനെയുള്ള രാമായണം ഹനുമാനും സീതാദേവിയും ലക്ഷ്മണനും അടങ്ങുന്ന വലിയ ഒരു സമുച്ചയം, അതിൻ്റെ കഥകളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുക. കമ്പരാമായണം എന്നുള്ള പേരിൽ പുസ്തകമുണ്ട്, ഗദ്യത്തിൽ കഥ വായിക്കാനുണ്ട്. ആ കഥ കൊണ്ട് വായിച്ചിട്ട് നമ്മൾ ഈ പദ്യം വായിച്ചു കഴിഞ്ഞാൽ ഊഹിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് എങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ വിവാദങ്ങളെല്ലാം വിട്ട്, വിവാദങ്ങളുടെ പുറകിൽ പോകാതെ നമുക്ക് നമ്മളുടേതായ മുത്തശ്ശിമാർ പഠിപ്പിച്ചു തന്ന ശീലുകളുണ്ട്. അതനുസരിച്ചവരാരും ജീവിതത്തിൽ പെരുവഴിയായിട്ടില്ല. രാമൻ മര്യാദാ പുരുഷോത്തമനാണ്. രാമൻ്റെ കയ്യിൽ എപ്പോഴും ആയുധമുണ്ട്. സമാധിയാകുന്ന സമയത്തും സരയൂ പരിത്യാഗത്തിലേക്ക് പോകുമ്പോഴും രാമൻ തൻ്റെ ധനുസ് താഴെ വെച്ചിട്ടില്ല. അതുകൊണ്ട് ധർമ്മം നിലനിൽക്കണമെങ്കിൽ ആയുധം നമ്മുടെ കയ്യിലുണ്ടാണ്. നമ്മളെ സംബന്ധിച്ച് രാമനാണ് നമ്മുടെ ആയുധം, നിലനിൽപ്പ്. ജയ് ശ്രീരാം.